CPM എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരു നേതാവ് വിട്ടുപോയാൽ, രാജിവെച്ച് പുറത്തേക്ക് പോയാൽ, അതല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാൽ, അതല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ കേരളത്തിൽ വലിയ വാർത്തയാണ്. ദിവസങ്ങളോളം മാധ്യമങ്ങൾ അത് ആഘോഷിക്കും. നമ്മുടെ ഓർമ്മയിൽ MP രാഘവൻ CPM വിട്ട് പുറത്തു പോകുന്നുണ്ട്. MP രാഘവൻ CPM വിട്ട് പുറത്തു പോയത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങളുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. എത്രയോ നാളുകൾ അത് നീണ്ടുനിന്നു. പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം പിന്നീട് മന്ത്രിയായി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ UDF തന്നെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം CPM-നോട് സഹകരിക്കാൻ തയ്യാറായി എന്നുകൂടി ഓർക്കണം. അതിനുശേഷം CPM വിട്ടുപോയ നേതാവാണ് ഗൗരിയമ്മ. ഗൗരിയമ്മ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. CPM വളർത്തിയെടുത്തതിൽ നിർണായക പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാൾ, ആദ്യത്തെ EMS സർക്കാരിലെ മന്ത്രി. CPM വിട്ട് സ്വന്തം പാർട്ടി രൂപീകരിച്ചു, JSS രൂപീകരിച്ച് മുന്നോട്ട് പോയി. JSS രൂപീകരിക്കുന്നത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനമുണ്ടാക്കുകയും UDF-ന്റെ ഭാഗമാകുകയും ഒക്കെ ചെയ്തു. അവസാന കാലത്ത് CPM-യുമായി സഹകരിച്ച് നിൽക്കാനാണ് ഗൗരിയമ്മയും ആഗ്രഹിച്ചതും അതുതന്നെ സംഭവിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ രണ്ട് നേതാക്കൾ CPM വിട്ടു പോകുമ്പോഴും വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. എന്നാൽ G. സുധാകരൻ വിട്ടുപോയപ്പോഴോ ഒരു ദിവസത്തെ ഒന്നാം പേജ് വാർത്ത വന്നിട്ടുണ്ട്. ഒരു CPM പ്രവർത്തകൻ എങ്കിലും, ഒരു CPM നേതാവ് എങ്കിലും സുധാകരനോടൊപ്പം പുറത്തു പോയോ, സുധാകരനോടൊപ്പം നിന്നോ, സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ച് ഒരു പ്രകടനം, ഒരു മുദ്രാവാക്യം വിളി എവിടെ നിന്നെങ്കിലും നാം കേട്ടോ? എന്ന് വെച്ചാൽ CPM വിട്ട് പുറത്തു പോകുന്ന ഈ നേതാക്കൾ CPM-ന് വേണ്ടാത്തവരാണ് എന്ന് CPM-ന്റെ അണികൾ നേരത്തെ തീരുമാനിച്ചവരാണ് എന്നുകൂടി ഓർക്കണം. അല്പമെങ്കിലും ഒരു ചലനം, ഒരു കൺവെൻഷനെങ്കിലും വിളിച്ചു ചേർത്തത് PK ശശി മാത്രമാണ്. PK ശശി ഒരു കൺവെൻഷനിൽ പങ്കെടുത്തു. ഒരു കൺവെൻഷനിൽ 200ഓളം പേർ പങ്കെടുത്തു എന്നത് PK ശശിക്ക് അഭിമാനിക്കാം. ഈ കാലത്ത് എന്നോടൊപ്പം 200 പേരെങ്കിലും ഉണ്ടല്ലോ എന്ന്. 1000ഓളം പേർ പങ്കെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പാലക്കാട് ജില്ലയെ ഇളക്കി മറിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ കൺവെൻഷനിൽ എത്തിയത് 200-ൽ താഴെ ആളുകൾ മാത്രമാണ്. മറ്റൊരാൾ പയ്യന്നൂരിൽ CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V. കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ട് പുറത്തുപോയി. വലിയ ആഘോഷത്തോടെ പുസ്തക പ്രചാരണവും പുസ്തക റിലീസിങ്ങും ഒക്കെ നടന്നു. പങ്കെടുത്തവർ പക്ഷേ പയ്യന്നൂർക്കാരായിരുന്നില്ല. പങ്കെടുത്തവർ മുഴുവൻ വടകരക്കാരായിരുന്നു, RMB-ക്കാരായിരുന്നു എന്നത് മാധ്യമങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞു. ആളുകൂടിയിരുന്നു, മൈതാനത്തിന് ചുറ്റും ആളുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ എത്തിയിരുന്നു. പക്ഷേ പരിപാടിയിൽ പങ്കെടുത്തത് RMB-ക്കാരാണ് എന്ന് ടെലിവിഷൻ ചാനൽ അവരോട് ചോദിച്ചപ്പോൾ അവർ തുറന്നു പറയുന്ന അവസ്ഥ വന്നു. എന്ന് വെച്ചാൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയാതെ പുറത്തു പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ. ആരൊക്കെയാണ് പുറത്തുപോയവർ? നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ CPIM-ന്റെ മെമ്പറോ CPIM-ന്റെ നേതാവോ അല്ല, സ്വതന്ത്ര MLA ആണ്. പക്ഷേ PV അൻവർ പോകുമ്പോഴും CPM-ൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകളെ കൊണ്ടുപോകാൻ PV അൻവറിന് കഴിഞ്ഞിട്ടില്ല. ചെറിയ ചലനം അവിടെ ഉണ്ടാക്കി എങ്കിലും പിന്നീട് പോയവരൊക്കെ തിരിച്ചു വരുന്നതും നാം കണ്ടു. അതിനുശേഷമാണ് ഷൊർണൂരിൽ PK ശശി നേരത്തെ പറഞ്ഞു. അതോടൊപ്പം തന്നെ S. രാജേന്ദ്രൻ BJP-യിലേക്കാണ് പോയത്. ഒരാളെ പോലും കൊണ്ടുപോകാൻ S. രാജേന്ദ്രനെ, CPM-ന്റെ MLA ആണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു ഇടുക്കി, 3 തവണ MLA ആയ വ്യക്തിയാണ്. എന്നിട്ട് പോലും ഒരാളെ പോലും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നോർക്കണം. അതുപോലെ തന്നെയായിരുന്നു കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റിയെയും വൻ സ്വീകരണത്തോടു കൂടിയാണ് കോൺഗ്രസിലേക്ക് അനയിച്ചത് കോൺഗ്രസ് നേതാക്കൾ. ഒരാളെ പോലും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നോർക്കണം. മറ്റൊന്ന് VS-ന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന സുരേഷ്, അതോടൊപ്പം ഏറ്റവും ഒടുവിൽ G. സുധാകരൻ. ആലോചിച്ച് നോക്കണം ഇവരുടെ CPM-ലെ സ്വാധീനം എന്താണ് എന്ന്. CPM-ൽ ഇവർക്ക് എത്ര ആളുകളുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇത്തരം ആക്രികൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു, UDF തയ്യാറാകുന്നു എന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പേര് നമുക്ക് മാറ്റി വിളിക്കേണ്ടി വരും, ആക്രി കോൺഗ്രസ് എന്ന്. ആക്രി പെറുക്കുന്നവരായി, CPM പുറത്തേക്ക് തള്ളുന്ന ആക്രികൾ പെറുക്കിക്കൊണ്ടുപോകുന്നവരായി നമ്മുടെ കോൺഗ്രസ് മാറിയിട്ടുണ്ട്, BJP മാറിയിട്ടുണ്ട് എന്നോർക്കണം. അത് കോൺഗ്രസിൻ്റെ
BJPയുടെ ദയനീയതയാണ് വെളിപ്പെടുത്തുന്നത്. വലിയ സർക്കാർ വിരുദ്ധ തരംഗമുണ്ടെങ്കിൽ ഈ ആക്രികളെയൊന്നും വിളിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് സ്വയം ജയിച്ചു വരാൻ കഴിയുന്ന സ്ഥിതിയുണ്ടല്ലോ. അങ്ങനെ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കിയവരാണ് UDF നേതാക്കളും അതേപോലെ BJP നേതാക്കളും. അതുകൊണ്ടാണ് CPMന്റെ ഓഫീസിന്റെ മുന്നിൽ ആക്രി പെറുക്കാൻ കാത്തു നിൽക്കുന്നത് കോൺഗ്രസിന്റെ, UDFന്റെ, BJPയുടെ നേതാക്കൾ.